അള്ളാഹുവിന് മാത്രം വഴിപ്പെടാൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം. വിശ്വാസി ഓരോ ദിവസവും തിരിഞ്ഞു നിൽക്കുന്ന ഗേഹം. ദിവ്യബോധനത്തിന്റെ വെളിച്ചവുമായി പ്രിയ റസൂൽ നടന്നു നീങ്ങിയ തെരുവുകൾ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെയും യാസിർ റളിയല്ലാഹു അൻഹുവിന്റെയും രക്തസാക്ഷിത്വത്തിന്റെ നനവുള്ള മണ്ണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കുലിയുടെ മധുരനാദം കാതിലെത്തിക്കുന്ന ഇളം തെന്നൽ. ദിവ്യബോധനത്തിന്റെ ആദ്യ ശബ്ദം മണ്ണിലേക്ക് ഇറങ്ങിയ ഹിറയുടെ തണുപ്പ്. താങ്ങും തണലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ചേർന്ന് നിന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഉറങ്ങുന്ന മഖ്ബറ. എത്തിച്ചേരുന്നവരോടൊക്കെയും നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുള്ള അബൂ ഖുബൈസ് പർവ്വതം. മക്കയിൽ കണ്ണടച്ചു നിന്നാൽ കാണാൻ കഴിയുന്ന അനേകം കാഴ്ചകളുണ്ട്. കാതുകൂർപ്പിച്ചാൽ കേൾക്കാൻ കഴിയുന്ന ചില ശബ്ദങ്ങളുണ്ട്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഹറമിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നാൽ നമ്മെ മറ്റൊരു കാലത്തേക്കും ലോകത്തേക്കും കൊണ്ടുപോകും. അവിടെ നമ്മൾ ഇബ്രാഹിം നബിയെയും ഹാജറിനെയും കുഞ്ഞു ഇസ്മായിലിനെയും കാണും. പ്രിയ റസൂലിന്റെ മുതുകിൽ എതിരാളികൾ കൊണ്ടുവന്നിട്ട ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്ന കുഞ്ഞു ഫാത്തിമയെ കാണും. അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. കണ്ണ് നനയാതെ, മനം നിറയാതെ കഅബയോടും ഹറമിനോടും യാത്ര പറയാനാകില്ല.